ഹലോ ഗായ്സ്, ഇന്നൊരു സ്റ്റഡി റൊട്ടീനാണ്. സ്റ്റഡി റൊട്ടീൻ എന്നൊന്നും പറയില്ല, ഒരു നൈറ്റ് സ്റ്റഡി. കാരണം സ്റ്റഡി റൊട്ടീൻ എന്നൊക്കെ വരുമ്പോൾ ഇടയ്ക്കെങ്കിലൊക്കെ ചെയ്യണമല്ലോ. ഇത് എക്സാമിൻ്റെ തലേന്ന്, അതും ടഫ് എക്സാമിൻ്റെ തലേന്ന് മാത്രം കാണുന്നൊരു പ്രത്യേക ആചാരമാണ് ഈ നൈറ്റ് സ്റ്റഡി. അതുകൊണ്ട് ഇന്ന് കിങ് ഓഫ് എക്സാമായ എക്സാമാണ്, എന്തൊക്കെയാണ് പറയുന്നത്, മാത്സിൻ്റെ എക്സാമാണ്. സോ എനിക്ക് പഠിക്കാൻ മൂടുണ്ടെങ്കിൽ മാത്രം പറ്റുന്നൊരു എക്സാമാണിത്. അപ്പോൾ എനിക്കാണെങ്കിൽ മാത്സ് പഠിക്കാൻ മൂടേ വരുന്നില്ല. അവസാനം ഫൈനലി രാത്രി മൂഡ് വന്ന് അപ്പം ഇരുന്ന് പഠിക്കുകയാണ്. ഒരു കോൾഡ് കോഫിയൊക്കെ ഇട്ടേ കുടിച്ചു പഠിച്ചു അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ സൈലത്തിൻ്റെ ക്ലാസ് കേട്ടിട്ടായിരുന്നു പഠിച്ചത്. ഒരു 8.5 മണിക്കൂറിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു. ആ ലൈവ് ഉണ്ടായപ്പോഴാണ് കണ്ടാൽ മതി ഇനി തോന്നിയതെന്ന് വെച്ചാൽ ഫുൾ ചാപ്റ്റർ റിവിഷനാണ്. പക്ഷേ ഈ ഒരു സ്റ്റഡി റൊട്ടീൻ്റെ പ്രത്യേകത കൂടുതലും തിന്നാം പഠിക്കാം ഇതൊക്കെ തന്നെയായിരുന്നു. ബട്ട് എനിക്ക് ഹാപ്പിയാണ്. കാരണം എക്സാം വിചാരിച്ച അത്ര ടഫില്ലായിരുന്നു, നല്ലതായിരുന്നു. ഈ സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് വന്ന് പറഞ്ഞത് ഇത് നാളെ ഉറപ്പിച്ചു എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഹാപ്പിയിലും കൂടിയാണ്. അപ്പം ഈ കാണുന്നത് നിങ്ങളെന്ത് വെള്ളത്തിൽ എന്ത് ചേർത്ത് നശിക്കും. ഇത് ജസ്റ്റ് കോക്കനട്ട് വാട്ടർ ദാറ്റ്സ് ചെയ്യാം. ഇപ്പം ഏകദേശം ഒരു 1 മണിയൊക്കെ ആയിട്ടോ. 1 മണിയായിട്ടും ഞാൻ ഇങ്ങനെ ഇളഞ്ഞി വെള്ളം കുടിച്ച് ക്ലാസ് കേൾക്കാം. പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും, അല്ലെങ്കിൽ മൊത്തം സ്റ്റുഡൻസ് തന്നെ എല്ലാ പ്രാവശ്യം പഠിക്കുന്നതിനായിട്ട് നന്നായി പഠിച്ചു. കാരണം പാസ്സാവണം എന്നുള്ളതുകൊണ്ട്. ഐഷ് ഇപ്പം എന്തിനാ പറഞ്ഞേ, ഇനിയും ഉണ്ടല്ലോ ഇത്ര ലൈവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടോ ഇതേപോലെ വാട്ടർ മെലണും ഗ്രേപ്സും ഒക്കെ കഴിക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോൻ്റെ ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നല്ല ലൈറ്റ് ഒന്നും ഇടാതെ മറ്റേ തൂങ്ങിക്കുന്ന ലൈറ്റ്സ് ഉണ്ടാവില്ല, ഉള്ളിലേക്ക് ലാമ്പ് വെച്ചിട്ടുള്ള ഈ ബൾബ് വെച്ചിട്ടുള്ള അതിട്ടിട്ട് ആംബിയൻസ് പറഞ്ഞിട്ട് ഇവിടെ കുത്തിരിക്കുകയാണ്. നല്ല മഴ ഇടിയൊക്കെ കിട്ടുമ്പോൾ കുറച്ച് നല്ല ഹൊറർ വൈബ് ഫീലും. ഒരു ഉമ്മക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു 1 മണിയൊക്കെ ആയപ്പോൾ, എന്താ ഈ പ്രേതാലത്തിൽ പഠിക്കുന്നവരൊക്കെ ഇങ്ങനെ പഠിക്കുന്നത്. ബട്ട് ഇതൊക്കെ എനിക്കൊരു ത്രില്ലാണ്. ഇടയ്ക്ക് ചെടി കിട്ടുമ്പോൾ നമ്മൾ പേടിക്കാൻ പാടില്ലെങ്കിലും, ഞാൻ പേടിച്ചിട്ടില്ലെങ്കിലും പേടിക്കുന്ന പോലെ ഞാൻ വേണേൽ അഭിനയിച്ച് തരാം. എനിക്ക് ഭയങ്കര ആക്ടിങ് സ്കിൽസാണ്, യുനോ. ഓക്കെ. പിന്നെ ഈ ക്ലാസ്സിൽ പറഞ്ഞ മിക്കതും വന്നു. ശൈലം പറഞ്ഞത് വന്നില്ലെങ്കിൽ കുറച്ച് വിഷമമായിരുന്നു. പക്ഷെ അത് വന്നപ്പം ഭയങ്കര ഹാപ്പിയായി. കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഈ എന്താ പറയുക, എക്സാം കഴിഞ്ഞ് വന്നിട്ട് മാത്സ് എക്സാം കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് കരയും. അപ്പം എൻ്റെ മനസ്സല്യം അപ്പം നമുക്ക് അപ്രൂവ് കിട്ടും. കുഴപ്പമില്ല മോളി, മേർക്ക് കുറിഞ്ഞൽ എന്നുള്ള. പക്ഷേ ഇപ്രാവശ്യം എനിക്കതൊന്നും വേണ്ടി വന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വേണ്ടി വന്നില്ല. ബട്ട് എന്താ പറയുക, അതിൻ്റെ മുന്നതിലൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ കരുതിയിട്ടുണ്ട്. സോ ഇപ്പം ഇതൊക്കെ ഓക്കെയാണ്. ഇപ്പം ഏകദേശം പഠിക്കുമ്പോൾ തലയിൽ കയറുന്നുണ്ട് മാത്സ്. മറ്റേ എനിക്ക് തലയിൽ കയറത്തില്ല. മറ്റേ കാക്കമാരൊക്കെ പുലിയായിരുന്നു. ഇപ്പോൾ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് എൻ്റെ വലിയ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഒക്കെ ആ വീഡിയോ പോലും നോക്കാതെ അങ്ങനെ ചറപറാന്ന് ഇക്വേഷൻ ഉത്തരം ഇങ്ങനെ എഴുതുക. ഈ സെയിം ക്വസ്റ്റ്യൻ എക്സാമിനെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ അത് എന്നെ വളരെ ഒരു നിരുത്സാഹപ്പെടുത്തിയൊരു ഇതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ആംബിയൻസ് ഒക്കെ കിട്ടാന്ന് വെച്ചാൽ വീഡിയോക്കും ഒക്കെ കുഞ്ഞായിട്ടാണ് ഞാൻ ഈ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തത്. ബട്ട് എനിക്കൊരു കോസി വൈബിന് വേണ്ടിയിട്ട്, ആ ഒരു കോസി വൈബിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തതും. കാരണം ആ ഒരു ഫീലിംഗ് അതൊരു വേറെ തന്നെയല്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു ക്യാൻഡിൽ കത്തിച്ചേക്കാം. അപ്പോൾ പക്ഷേ ക്യാൻഡിലിൻ്റെ അടുത്തില്ല. പിന്നെ വലിയ ക്യാൻഡില, അതാണെങ്കിൽ മറ്റേ കളർഫുള്ളാണ് എന്ന് വെച്ചാൽ പേർപ്പിളും ഗ്രീനൊക്കെ പിന്നെ സെപ്പറേറ്റ് ആയിട്ട്. പക്ഷേ അത് കട്ട് ചെയ്ത് വെക്കണമെന്ന് വെച്ചാൽ പിന്നെ വേണ്ട. പിന്നെ അതിനോട് ഇല്ലെങ്കിൽ ഇതിൻ്റെ വയലൊക്കെ കേൾക്കേണ്ടി വരും, ചിലപ്പം വെച്ചിത്തരാം. അപ്പം ചിലപ്പോൾ എന്തായാലും ചെയ്തേക്കും. പിന്നെ ബട്ടർ കുക്കീസ് ആയിരുന്നു. ഇത് നല്ല ടേസ്റ്റ്. അമൂലിൻ്റെ മിൽമയുടെ ബട്ടർ കുക്കീസ് ഭയങ്കര ടേസ്റ്റ്, എക്സ്പെഷ്യലി മിൽമയുടെ ബട്ടർ കുക്കി. ഇത് അമൂലിൻ്റെ ആണ്. നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ബട്ടർ കുക്കീസാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ 3 ഇങ്ങനെ കഴിച്ച് പിന്നെ കുറച്ച് അവസ്ഥയായി. പിന്നെ അങ്ങനെ എന്താ പറയുക, ഒരു 5 സംതിങ് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ പറ്റില്ലല്ലോ, കാരണം നോമ്പല്ലേ. അതുകൊണ്ട് അതുവരെ നമ്മൾ തിന്നും. അപ്പോൾ തിന്നിട്ട് കിടന്നാൽ മതി. ഇങ്ങോട്ട് സൂക്ഷിച്ച് നോക്ക്. കണ്ട, ഇനി 1.5 മണിക്കൂർ, 8 മണിക്കൂർ ലൈവിൽ 1.5 മണിക്കൂറും കൂടി, 7 മണിക്കൂർ 6 മിനിറ്റ് 13 സെക്കൻഡ്സ് ഞാൻ കണ്ടു സക്സസ്ഫുള്ളി. കാരണം അത് എന്നെ സംബന്ധിച്ച് ഞാൻ അത്രയും വലിയ ലൈവൊക്കെ കാണാമെന്നുള്ള കുറച്ച് ടോപ്പ് കാര്യമാണ്. പിന്നെ ഞാൻ നിർത്തി, ഒരു 3:30 ആയപ്പോൾ ഞാൻ നിർത്തി. കാരണം മതിയായി, എൻ്റെ ആ ഒരു അവധി കഴിഞ്ഞ്. 2:45 വരെ ഭയങ്കര എനർജി ആയിരുന്നു. പിന്നെ ഇങ്ങനെ എനർജി ലെവൽ കുറഞ്ഞു വന്നു. പിന്നെ എന്താ, ഇതൊക്കെ ഒഴിവാക്കി ഒന്ന് കിടക്കാമെന്നുള്ളൊരു ഫീല് മാത്രമേ ഉള്ളൂ. റൂം ഒറ്റ കിടത്തുന്നുള്ള ആ ഒരു ഇത് മാത്രം മനസ്സിലുള്ളതിന്. അപ്പോഴാണ് ഞാൻ അത്രയും നേരം ടൈം ശരിക്കും ഇടയ്ക്ക് നോക്കിയെങ്കിലും 3 മണിക്ക് ശേഷം നോക്കിയിട്ടുണ്ടായിരുന്നില്ല, 2:30 ശേഷം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ സ്വാമി നോക്കുന്നു, നെറ്റ് കഴിഞ്ഞ അത്ര എൻ്റെ എയിം 4:30 അല്ല 3:30 4 മണി നീങ്ങി. ബട്ട്
അത്ര എനിക്ക് പോയാൽ എൻ്റെ ബോഡിയെ താങ്ങൂല. കാരണം നാളെ എക്സാം 1 മണിക്കാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് പോകണം എന്നുള്ളതുകൊണ്ട്, കാരണം രാവിലെ പിന്നെ വേണ്ടിയിട്ട് ഒന്ന് നോക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ നിർത്തി. പിന്നെ എന്താ അറിയില്ല കേട്ടോ, ഞാൻ ഇതൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒറ്റ നിർത്തും. കുറേ നേരം മൈൻഡ് ഓഫ് ആയിട്ടൊന്നും എനിക്ക് എന്തുകൊണ്ടും അറിയില്ല. പിന്നെ ആ ഒരു ഉറക്കം മൂഡ് കൊണ്ടാണോ അറിയില്ല, ഞാൻ ക്യാമറൻ്റെ മുന്നിൽ ബായ് കാണിക്കുന്ന നേരം കൊണ്ട് എന്തൊക്കെയാണ് കാണിച്ചതെന്ന് എനിക്കറിയില്ല. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനിയും ഇതേപോലത്തെ SST എക്സാമിന് വിടാവുന്നതാണ്. സോ ബൈ.